Hi guys, welcome to our today's newspaper session analysis. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് വേൾഡ് വാർ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഈ ഹെഡിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും 8 years on never again is sounding hollow. ഇതിൻ്റെ ഒരു പ്രിലിംസ് ആൻഡ് മെയിൻസ് പെർസ്പെക്റ്റീവ് നോക്കിയിട്ട് വിൽ മൂവ് ഓൺ ടു ദീസ് പർട്ടിക്കുലർ ന്യൂസ്. ഓക്കെ, പ്രിലിംസിലാണെന്നുണ്ടെങ്കിൽ GS പേപ്പർ 1 നമ്മുടെ കറണ്ട് അഫയേഴ്സ് വിച്ച് ഈസ് ദി കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്. അതേപോലെ മെയിൻസിലാണെന്നുണ്ടെങ്കിൽ GS പേപ്പർ 1 അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ് വിച്ച് ഈസ് ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്, വിൽ ഇൻക്ലൂഡ് ഇവൻറ്റ്സ് ഫ്രം 18th century സച്ച് ആസ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വേൾഡ് വാർസ് ആൻഡ് സോ ഓൺ. ഇതിൻ്റെ ഈ ഒരു ന്യൂസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കാം. So, in May 8, 1945, marked Germany's surrender in World War II, celebrated as victory in Europe, which is the VE Day. And Europe was free but shattered and bankrupt after the war. The phrase never again became a symbol of post-war efforts to prevent future conflicts. സോ ഇതിൻ്റെ ഒരു സിംപ്ലസ്റ്റ് എക്സ്പ്ലനേഷൻ നമുക്ക് പറയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ മെയ് 8th, 1945, it is known as a victory in Europe, which is a VE Day. So, VE stands for Victory in Europe because that's when Germany surrendered, ending World War II in Europe. And ഇതിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വേൾഡ് വാർ 1 പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു നൈസായിട്ടുള്ളൊരു ഐഡിയ എന്തായാലും വേണം. നമുക്കറിയാം വേൾഡ് വാർ 1 ശേഷം ഒരുപാട് കൺട്രീസ്, അതായത് ജർമ്മനിയൊക്കെ വളരെയധികം ദരിദ്രരായി മാറിയില്ലേ. ദേ വർ ആംഗ്രി ബിക്കോസ് ഓഫ് ടഫ് പണിഷ്മെൻറ്റ്സ് ആൻഡ് ഓൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അഡോൾഫ് ഹിറ്റ്ലർ 1930s വരുന്നത്. അയാളുടെ ആ നാസി പാർട്ടി took power in Germany and he promised to make Germany strong again. പിന്നെ ഹിറ്റ്ലർ എന്ത് ചെയ്തു, മെല്ലെ നൈസായിട്ട് ഓരോ കൺട്രീസായിട്ട് പിടിക്കാൻ തുടങ്ങി. അതായത് ഓസ്ട്രിയയും ചെക്കോസ്ലോവാക്കിയും ഒക്കെ 1939 ആള് പിടിച്ചെന്ന് തോന്നുന്നു. പിന്നെ ജർമ്മനി പോളണ്ട് ഇൻവേഡ് ചെയ്തു. പിന്നെ അപ്പോൾ ഈ ഒരു ഇൻവേഷൻ, ഈ ഒരു പോളണ്ടിലേക്കുള്ള ഇൻവേഷൻ വിച്ച് കോസ്റ്റ് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ടു ഡിക്ലെയർ വാർ ഓൺ ജർമ്മനി, അതായിരുന്നു നമ്മുടെ വേൾഡ് വാർ 2 ഒരു സ്റ്റാർട്ടിങ്. അത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വാറ്, this war grew to many other countries around the world. നമുക്കറിയാം 1939 തൊട്ടിട്ട് 1945 വരെ ആയിരുന്നു സെക്കൻഡ് വേൾഡ് വാർ. രണ്ട് മേജർ അലൈസ് ഫോം ചെയ്തു അല്ലേ. അതായത് അലൈസായിട്ട് ബ്രിട്ടനും നമ്മുടെ US-ഉം സോവിയറ്റ് യൂണിയനും, അതേപോലെ ആക്സിസ് പവേഴ്സ് ആയിട്ട് ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും. എന്നിട്ടാണ് ഈ ഒരു മെയ് 8 1945 ഒരു വിക്ടറി ഇൻ യൂറോപ്പ് ഡേ ആയിട്ട് അവർ ആഘോഷിക്കുന്നത്. ആ ഒരു ദിവസമാണ് ജർമ്മനി സറണ്ടർ ചെയ്തത്. അങ്ങനെയാണ് വേൾഡ് വാർ 2 അവസാനിച്ചത് യൂറോപ്പിൽ. എന്നിരുന്നാലും ഈ ഒരു വാർ അവസാനിച്ചെങ്കിൽ കൂടി യൂറോപ്പ് വാസ് ലെഫ്റ്റ് വെരി ബാഡ്ലി ഡാമേജ്ഡ്. അവരുടെ സിറ്റീസൊക്കെ ഭയങ്കരമായിട്ട് നശിച്ചു. അതേപോലെ അവരുടെ എക്കണോമി ഭയങ്കരമായിട്ട് തകരാറിലായി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട്, നമുക്കറിയാം ഒരു വാറൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള സഫറിങ്ങും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും നമുക്ക് ആലോചിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. സോ ആഫ്റ്റർ ഓൾ ദിസ് സഫറിങ് ആൻഡ് ഓൾ, പീപ്പിൾ സ്റ്റാർട്ടഡ് സെയിങ് ദാറ്റ് നെവർ അഗെയിൻ, to express the hope that such a terrible war would never happen again. വാർ ഉണ്ടാവുന്നതല്ല, വാറിന് ശേഷം അത് ഭയങ്കര ഒരു ഭീകരകരമായിട്ടുള്ളൊരു ഇതായിരിക്കും. സോ അപ്പോൾ ഈ ഒരു ഐഡിയ, ദിസ് ലെഡ് ടു ദി എഫേർട്ട് ടു ബിൽഡ് പീസ് ആൻഡ് പ്രിവെൻറ്റ് ഫ്യൂച്ചർ വാർസ്. സോ ഈ ഒരു ടെറിബിൾ വാർ ഇനി ഒരിക്കലും ഉണ്ടാവരുത്, ഒരു നെവർ എഗെയിൻ എന്നാണ് അതിന് ശേഷം ആൾക്കാർ പറഞ്ഞത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദി ഡൈവേർജൻറ്റ് മെമ്മറീസ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഓക്കെ, സോ ദി ആനിവേഴ്സറി ഓഫ് ജർമ്മനീസ് സറണ്ടർ ഈസ് കമമറേറ്റഡ് ഡിഫറെൻ്റ്ലി ഇൻ റഷ്യയിൽ മെയ് 9-നും അതേപോലെ അത് വെസ്റ്റിൽ മെയ് 8-നുമാണ് ആഘോഷിക്കുന്നത്. സ്റ്റാലിൻ റിജക്റ്റഡ് ദി ഇനീഷ്യൽ സീസ്ഫയർ സൈൻഡ് ഇൻ ഡ്രീംസ് ഓൺ മെയ് 7, insisting on a second surrender in Berlin on May 8, which is already May 9 in Moscow. Russia emphasizes the USSR's contribution, 26 million Soviet casualties, including 11 million soldiers, 10% of its population. Western accounts often omit the USSR's earlier pact with Nazi Germany,
and the Molotov-Ribbentrop Pact, August 23, 1939, with a secret clause dividing Eastern Europe. Following Hitler's betrayal, the USSR switches sides, having initially invaded Eastern Poland and Baltics. സോ ഈ ഒരു വിക്ടറി ഡേ വെസ്റ്റിലും അതേപോലെ ഈസ്റ്റിലും സെലിബ്രേറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ദിവസങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ ഡൈവേർജൻറ്റ് മെമ്മറീസ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. വെസ്റ്റിലെ അത് നമ്മൾ പറഞ്ഞു മെയ് 8-നാണ്, വിച്ച് ഈസ് നമ്മുടെ ജർമ്മനി സറണ്ടർ ചെയ്തത് 1945 മെയ് 8-ന് ജർമ്മനി സറണ്ടർ ചെയ്തു. ആൻഡ് അവർ ആ ഒരു വിക്ടറി ഡേ ആഘോഷിക്കുന്നത് മെയ് 8-ാം തീയതിയാണ്. പക്ഷേ റഷ്യയുടെ കാര്യം ഇത്തിരി ഡിഫറെൻ്റ് ആണ്. റഷ്യ അത് ആഘോഷിക്കുന്നത് മെയ് 9-നാണ്. ബിക്കോസ് മോസ്കോ എന്നുള്ളത് നമുക്കറിയാം അതൊരു ലേറ്റർ ടൈം സോണിലാണ്. ആൻഡ് നമുക്കറിയാം റഷ്യ പോലത്തെ ഒരു ഹ്യൂജ് കൺട്രി, ഇപ്പോൾ റഷ്യ അന്ന് നമ്മുടെ USSR ആയിരുന്നല്ലോ, അപ്പോൾ അത്രയും വലിയൊരു കൺട്രിയിൽ ആ ഒരു ലേറ്റർ ടൈം സോണിലായിരുന്നു. ആൻഡ് ഒരു ദിവസം ഇപ്പുറത്തേക്കായി. ആൻഡ് ഇതിൻ്റെ ഇടയിൽ സ്റ്റാലിൻ ഹാവ് ഇൻസിസ്റ്റഡ് ഓൺ എ സെക്കൻഡ് ഒഫീഷ്യൽ സറണ്ടർ സൈൻഡ് ഇൻ ബെർലിൻ. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറിയൊരു ഐഡിയ, ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വേൾഡ് വാർ സെക്കൻഡിൻ്റെ സ്റ്റാർട്ടിൻ്റെ ആ ഒരു സമയത്ത് നമ്മുടെ ജർമ്മനിയും സോവിയറ്റ് യൂണിയനും ഒരു സീക്രട്ട് ഡീല് വെച്ചിട്ടുണ്ടായിരുന്നു. 1939 നമ്മുടെ ജർമ്മനിയും അതേപോലെ USSRും കൂടിയിട്ട് ഒരു ഡീല് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡീലിനെ വിളിക്കുന്ന പേരാണ് Molotov-Ribbentrop Pact. ഓക്കെ, Molotov-Ribbentrop Pact. അപ്പോൾ ഈ ഒരു പാക്ട് പ്രകാരം ദേ എഗ്രീഡ് നോട്ട് ടു അറ്റാക്ക് ഈച്ച് അതർ. ഓക്കെ, ആൻഡ് നമുക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് ഈസ്റ്റേൺ യൂറോപ്പിന് നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ ഇഷ്ടത്തിന് ഡിവൈഡ് ചെയ്യാം. അവർ തമ്മിൽ ഡിവൈഡ് ചെയ്യാം ബിറ്റ്വീൻ ദം. സോ ദേ എഗ്രീഡ് നോട്ട് ടു അറ്റാക്ക് ഈച്ച് അതർ ആൻഡ് ടു ഡിവൈഡ് ഈസ്റ്റേൺ യൂറോപ്പ് ബിറ്റ്വീൻ ദം. ആൻഡ് അതിനുശേഷമാണ് നമ്മുടെ ഈ രണ്ട് കൺട്രീസും കൂടിയിട്ട് പോളണ്ടിനെ ഇൻവേഡ് ചെയ്തത്. ഓക്കെ, പിന്നീട് 1941 നമുക്കറിയാലോ ഹിറ്റ്ലറിൻ്റെ സ്വഭാവം നല്ലൊരു സ്വഭാവം ആയതുകൊണ്ട് ഹിറ്റ്ലർ ഈ ഡീലൊക്കെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്തിട്ട് USSRനെ തന്നെ അറ്റാക്ക് ചെയ്തു. ഓക്കെ, ദെൻ ഈ ഒരു USSR നമ്മുടെ അലൈസിൽ ജോയിൻ ചെയ്തു. ആരൊക്കെയാണ് അലൈസ്? ബ്രിട്ടനും US-ഉം അന്ന് ബഡീസ് ആയിരുന്നു. അവരുടെ കൂടെ USSRും കൂടി ചേർന്നു ടു ഫൈറ്റ് ദി നാസി ജർമ്മനി. സോ ജർമ്മനി 1945 സറണ്ടർ ചെയ്തതിന് ശേഷം ആ ദിവസം, അതായത് മെയ് 8-ന് സറണ്ടർ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വെസ്റ്റിൽ അത് ആഘോഷിക്കുന്നത് മെയ് 8-നാണ്. പക്ഷേ സ്റ്റാലിൻ ആ ടൈമിൽ നമ്മുടെ സ്റ്റാലിൻ ഉണ്ടായിരുന്നു. സ്റ്റാലിൻ പറഞ്ഞു അതൊന്നും പോരാ, സെക്കൻഡ് സറണ്ടർ, ഹി വോണ്ടഡ് എ സെക്കൻഡ് സറണ്ടർ സൈൻഡ് ഇൻ ബെർലിൻ. ഇവർ ഭയങ്കര സീനായിരുന്നില്ല USSR. ഇവരാദ്യം ഇത്രയും നല്ലൊരു പാക്റ്റൊക്കെ വെച്ച് ഇവർ രണ്ടുപേരും കൂടി ഒരു ഡീലൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന ടൈമിലാണല്ലോ ഹിറ്റ്ലർ USSR അറ്റാക്ക് ചെയ്തത്. അപ്പോൾ USSRന് അവിടെ വളരെ വലിയ നഷ്ടങ്ങളുണ്ടായി. ഓക്കെ, അപ്പോൾ Stalin wanted a second surrender signed in Berlin, and which happened late on May 8 already, which was May 9 in Moscow. So that's why Russia celebrated the Victory Day on May 9. Okay. പിന്നീട് USSRന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. USSRനെ they lost millions of life. Okay. So Russia remembers the war with great pain and pride. So the West, however, often focuses on its own role and sometimes leaves out early USSR-Germany deal. ആൻഡ് ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഓക്കെ, അപ്പോൾ മെയ് 9-നാണ് അവർ വിക്ടറി ഡേ റഷ്യയിൽ ആഘോഷിക്കുന്നത്. നമ്മുടെ ഈ ഒരു USSR, വിച്ച് വാസ് റഷ്യ, ദ ഫോർമർ USSR റിമെമ്പേഴ്സ് ദ വാർ വിത്ത് എ ഹ്യൂജ് സാക്രിഫൈസ്. സോവിയറ്റ് യൂണിയനെ നഷ്ടപ്പെട്ടത് 26 മില്യൺ പീപ്പിളിനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്, ഇൻക്ലൂഡിങ് 11 മില്യൺ സോൾജേഴ്സ്, 10% അവരുടെ പോപ്പുലേഷൻ. സോ റഷ്യയ്ക്ക് ഇറ്റ് ഈസ് എ വെരി ഡീപ്ലി പേഴ്സണൽ ആൻഡ് പ്രൗഡ് മെമ്മറി ഓഫ് വിക്ടറി. സോ വെസ്റ്റേൺ കൺട്രീസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ US ആണെന്നുണ്ടെങ്കിലും ബ്രിട്ടൻ ആണെന്നുണ്ടെങ്കിലും, ദേ ഫോക്കസ് മോർ ഓൺ ദെയർ ഓൺ ബാറ്റിൽസ് ആൻഡ് സംടൈംസ് ഡോണ്ട് മെൻഷൻ ദാറ്റ്. അപ്പോൾ ഈ ഒരു USSRനെ ദേ ഹാവ് എ നോൺ അഗ്രഷൻ പാക്ട് വിത്ത് നാസി ജർമ്മനി ഇൻ 1939, which we have already mentioned, the Molotov-Ribbentrop Pact.
ഈ ഒരു pact, which is also known as the Nazi-Soviet Pact or the Hitler-Stalin Pact, was a non-aggression treaty signed between Nazi Germany and the Soviet Union on August 23rd, 1939. And it pledged that നമ്മൾ പറഞ്ഞ പോലെ തന്നെ neither countries would attack the other for 10 years and secretly divide Eastern Europe into German and Soviet spheres of influence. So this pact allowed Germany to invade Poland without fear of Soviet interventions, effectively sparking World War II. ആൻഡ് ആ ഒരു സീക്രട്ട് ഡീല്, അതായത് ഈസ്റ്റേൺ യൂറോപ്പിനെ ഇവർ തമ്മിൽ ഡിവൈഡ് ചെയ്യാനുള്ളൊരു സീക്രട്ട് ഡീലും, അതേപോലെ തന്നെ അറ്റ് ഫസ്റ്റ് USSR invaded parts of Poland and the Baltic countries. Only after the Hitlers betrayed the USSR in 1941 did the Soviet join the allies with US and Britain. So each sides remember the war differently. അതായിരുന്നല്ലോ നമ്മുടെ ടോപ്പിക്ക്. ഈസ്റ്റും വെസ്റ്റും ഈ ഒരു വാറിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ ഡിസ്കഷൻ topic. So Russia focuses on its own huge losses and final victory, while the West often avoids the early Soviet German deal. അതായത് USSR ആദ്യം തുടങ്ങിയത് ഒരു സൈഡിലും പിന്നീട് അവർ സൈഡൊക്കെ സ്വിച്ച് ചെയ്ത് they suffered huge losses and remembers the war differently from that of the West. So next we will look into the nature of commemoration for Victory Day. റഷ്യയിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു വിക്ടറി ഡേ May 9 സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലേ. ആൻഡ് which has become a big patriotic event with military parade showing off weapons and national pride. 2024 പരേഡ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതായത് ഇൻ്റർനാഷണൽ ട്രൂപ്സ് ആർ ജോയിൻഡ്. അതായത് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൈന, പ്രസിഡന്റ് ഷി ജിൻപിങ് അന്ന് റഷ്യയിലുണ്ടായിരുന്നു. ആ ദിവസം he attended that parade showing strong ties between the both countries. പക്ഷേ വെസ്റ്റേൺ കൺട്രീസിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ May 8 ആയിരുന്നു. ആൻഡ് അത് വളരെ ഏറ്റവും റെസ്പെക്ട്ഫുള്ളും ആയിട്ടാണ് അവർ ആ ഒരു ദിവസം ഓർക്കുന്നത്. They are focusing on honoring veterans who fought in the war and remembering the importance of peace rather than showing military strength. സോ റഷ്യയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റഷ്യ ആ ഒരു ദിവസം കമ്മമറേഷൻ ഈസ് വെരി ബോൾഡ്. ആൻഡ് അതേപോലെ കുറച്ചും കൂടി ഒരു മിലിറ്ററി ഫോക്കസ്ഡ് ആണ് റഷ്യ ആ ദിവസത്തെ ഓർക്കുന്നത്. അങ്ങനെയാണ്. ആൻഡ് വെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വെസ്റ്റ് ഈസ് റിഫ്ലക്റ്റീവ് ആൻഡ് അബൌട്ട് റിമെമ്പറിങ് ദി ഹ്യൂമൻ കോസ്റ്റ് ഓഫ് ദ വാർ. വെസ്റ്റ് അവരുടെ മരിച്ച യുദ്ധത്തിൽ മരിച്ച ആൾക്കാരെ ഹോണർ ചെയ്യുകയും അതേപോലെ പീസ് എന്താണ്, പീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് റിമെമ്പർ ചെയ്യുന്നൊരു ദിവസമായി അങ്ങനെ ഒരു രീതിയിലാണ് വെസ്റ്റ് ആഘോഷിക്കുന്നത്. ഓക്കെ, അവർ പീസ്ഫുള്ളായിട്ടാണ് അത് ആചരിക്കുന്നത്. ആൻഡ് റഷ്യ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മിലിറ്ററി സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. സോ അതൊരു പാട്രിയോട്ടിക് ഇവൻ്റ് ആയിട്ടാണ് റഷ്യ എടുക്കുന്നത്. മിലിറ്ററി പരേഡും കാര്യങ്ങളൊക്കെ ആ ദിവസം ഉണ്ടാവും. അതേപോലെ തന്നെ അവരുടെ വെപ്പൺസും നാഷണൽ പ്രൈഡൊക്കെ അവർ ആ ദിവസത്തിൽ കാണിക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, സോ ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദി നേച്ചർ ഓഫ് കമ്മമറേഷൻ ഫോർ വിക്ടറി ഡേ ബിറ്റ്വീൻ ദി വെസ്റ്റ് ആൻഡ് റഷ്യ ഈസ്റ്റ്. So next we will look into the topic of post-war rebuilding and shifting security landscape. So ഈ ഒരു വേൾഡ് വാർ സെക്കൻഡിന് ശേഷം നമുക്കറിയാം യൂറോപ്പിനും ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് അവരെ സഹായിച്ചത് ടു റീബിൽഡ് ഇറ്റ് ത്രൂ മാർഷൽ പ്ലാൻ. ഈ ഒരു മാർഷൽ പ്ലാൻ വഴി US ഒരുപാട് നമ്മുടെ യൂറോപ്പിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫൈനാൻഷ്യൽ എയ്ഡിലായാലും ഈ ഒരു മാർഷൽ പ്ലാൻ എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ എയ്ഡായിട്ട് നമുക്ക് കാണാം. ആൻഡ് വേറൊരു സംഭവം കൂടി ഉണ്ട്, വിച്ച് ഈസ് ദി നാറ്റോ. സോ നമ്മുടെ നാറ്റോ നമ്മുടെ വീഡിയോസിലൊക്കെ പലതവണ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. The North Atlantic Treaty Organization, which is a military alliance of 32 countries from North America and Europe. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1949 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് ടു പ്രൊവൈഡ് കളക്റ്റീവ് സെക്യൂരിറ്റി അഗെയിൻസ്റ്റ് ദി സോവിയറ്റ് യൂണിയൻ ഡ്യൂറിങ് ദി കോൾഡ് വാർ. ആൻഡ് അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് മാർഷൽ പ്ലാനും ഒന്ന് നാറ്റോ വഴി. നാറ്റോ ഒരു മിലിറ്ററി അലയൻസ് വഴിയും നമ്മുടെ മാർഷൽ പ്ലാൻ എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ എയ്ഡ് വഴിയുമാണ് US യൂറോപ്പിനെ ഹെൽപ്പ് ചെയ്തത് ആ ഒരു വാറിന് ശേഷം.
ആൻഡ് ഒരു പ്രസിഡന്റ് ട്രുമാൻ എന്ന് പറയുന്ന ആള് പറഞ്ഞിരിക്കുന്നത് ടു ഹാഫ്സ് ഓഫ് സെയിം വാൾനട്ട് എന്നാണ് യൂറോപ്പിന് യു എസിന്. സോ ദേ വർക്ക് ടുഗെദർ ടു ബിൽഡ് പീസ് ആൻഡ് പ്രൊട്ടക്ട് യൂറോപ്പ്. സോ ഈ ഒരു സപ്പോർട്ട് വിച്ച് ഹെൽപ്ഡ് യൂറോപ്യൻ കൺട്രീസ് വർക്ക് മോർ ക്ലോസ്ലി ടുഗെദർ ലീഡിങ് ടു എ ഐഡിയ ഓഫ് എ യുണൈറ്റഡ് യൂറോപ്പ് അല്ലേ, എന്നത് യൂറോപ്യൻ യൂണിയൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. സോ റീസെൻ്റായിട്ട് ജർമ്മനിയുടെ ആ ഒരു പഴയ ഒരു സ്വഭാവത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അങ്ങനെയല്ല, ജർമ്മനി റിമൂവ്ഡ് ഓൾഡ് ലിമിറ്റ്സ് ഓൺ ഡിഫൻസ് സ്പെൻഡിങ് ആൻഡ് മെനി യൂറോപ്യൻ കൺട്രീസ് സപ്പോർട്ട് ദിസ് മൂവ് ടു സ്ട്രെങ്തൻ സെക്യൂരിറ്റി. അതായത് ജർമ്മനി ഇപ്പോൾ ഒരുപാട് അവരുടെ മിലിറ്ററിയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ജർമ്മനി സ്പെൻഡിങ് മോർ ഓൺ ഇറ്റ്സ് മിലിറ്ററി. ആൻഡ് അപ്പോൾ അതർ യൂറോപ്യൻ കൺട്രീസ് അതിൽ വളരെയധികം ഹാപ്പിയാണ്. ബിക്കോസ് അത് യൂറോപ്പിനെയാണല്ലോ കുറച്ചും കൂടി സ്ട്രോങ് ആക്കുക. ആൻഡ് പക്ഷേ ദർ ഈസ് എ ഗ്രോയിങ് വെറി ഇൻ യൂറോപ്പ് അബൌട്ട് ദി US സ്റ്റേയിങ് കമ്മിറ്റഡ് ടു നാറ്റോ, എസ്പെഷ്യലി ബിക്കോസ് ഫോർമർ നമ്മുടെ പ്രസിഡന്റ് ട്രംപ് ആർട്ടിക്കിൾ 5 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 5 എന്തായിരുന്നു? നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ദ റൂൾ ദാറ്റ് സീസ് ആൻ അറ്റാക്ക് ഓൺ വൺ നാറ്റോ മെമ്പർ ഈസ് ആൻ അറ്റാക്ക് ഓൺ ഓൾ. ഏതെങ്കിലും ഒരാൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അതെല്ലാവർക്കുള്ള അറ്റാക്കായിട്ട് കണക്കാക്കിയിട്ട് നമ്മൾ പ്രതികരിക്കണം എന്നുള്ളതാണ് ആ ഒരു ആർട്ടിക്കിൾ 5. സോ ട്രംപ് ആ ഒരു ആർട്ടിക്കിൾ 5 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. So there is a worry about whether the US will still protect Europe. അപ്പം ഡൊണാൾഡ് ട്രംപ് he has said things that make people unsure if he supports NATO's promise to defend each other. അപ്പോൾ ഇതിന് ഷോർട്ടാക്കിയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു US യൂറോപ്പിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു വാറിന് ശേഷം. ബട്ട് നൗ യൂറോപ്പ് ഈസ് പ്രിപ്പയറിംഗ് ടു ഡിഫെൻഡ് ഇറ്റ് സെൽഫ് മോർ ജസ്റ്റ് ഇൻ കേസ്. അതായത് ഇപ്പോൾ US സപ്പോർട്ട് ചെയ്തില്ലെങ്കിലോ എന്നുള്ളൊരു പേടിയിൽ the US helped rebuild and protect Europe after World War II, but now there is some uncertainty about its future support. So Europe is starting to prepare more on its own. So next നമുക്ക് ഇതിൻ്റെ ഒരു ഇന്നത്തെ ന്യൂസിൻ്റെ ഒരു ഐഡിയ we will be discussing about the rising insecurity and the need for global awareness. സോ നമുക്കറിയാം യൂറോപ്പ് ഈസ് ഫീലിംഗ് മോർ ത്രെട്ടൻഡ് ബിക്കോസ് ഓഫ് പുതിൻസ് വാർ ഇൻ യുക്രൈൻ. സോ ഇറ്റ്സ് ടേക്കിംഗ് ആക്ഷൻ ടു ഡിഫെൻഡ് ഇറ്റ് സെൽഫ്. അതായത് നമ്മുടെ റഷ്യ-യുക്രൈൻ വാർ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആൻഡ് യൂറോപ്പ് ഇപ്പോൾ ഭയങ്കര ടെൻഷനിലാണ്. അതായത് പുതിൻ്റെ ആ ഒരു പോളിസിയും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. പുതിൻ ഒരു വാർ, യുക്രൈനുമായിട്ടുള്ളൊരു വാറും, അപ്പോൾ യൂറോപ്പ് ആ ഒരു ടെൻഷനിലാണ് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം, ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡിലൊക്കെയാണ് യൂറോപ്പ്. സോ യൂറോപ്യൻ കൺട്രീസൊക്കെ അവരുടെ ഡിഫെൻസിൽ ഇപ്പോൾ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ദേ ആർ മേക്കിംഗ് പ്ലാൻസ് ആൻഡ് ഗെറ്റിംഗ് പീപ്പിൾ റെഡി. അതായത് ഇനിയൊരു വാർ വരികയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരെയൊക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അതേപോലെ ഡിഫെൻസൊക്കെ അവർ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ പോളണ്ടും ബാക്കിയുള്ള ബാൾട്ടിക് കൺട്രീസൊക്കെ ദേ ഈവൺ ലെഫ്റ്റ് എ ട്രീറ്റി ബാനിങ് ലാൻഡ് മൈൻസ്. ഓക്കെ, അവിടുത്തെ ആൾക്കാരുടെ ഒരു രീതി അങ്ങനെയാണ്. ലാൻഡ് മൈൻസ് ഒക്കെയാണ് അവരുടെ ഒരു മെയിൻ സാധനം. സോ ആ ഒരു ലാൻഡ് മൈൻസിനെ ബാൻ ചെയ്തിട്ടുള്ള ആ ഒരു ട്രീറ്റിയും കാര്യങ്ങളൊക്കെ അവർ റദ്ദാക്കിയിട്ടുണ്ട്, ഷോയിങ് ഹൗ സീരിയസ് ദേ ആർ. ഓക്കെ, പോളണ്ടും അതേപോലെ ബാൾട്ടിക് കൺട്രീസും. സോ അറ്റ് ദ സെയിം ടൈം യൂറോപ്പിൻ്റെ ഒരു വാർ മെമ്മോറിയൽ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് മെയിൻലി യൂറോപ്പിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. ബട്ട് നമുക്കറിയാമല്ലേ, ആ ഒരു വേൾഡ് വാറിലെ മെനി പീപ്പിൾ ഫ്രം അതർ പാർട്സ് ഓഫ് ദ വേൾഡ്, അതായത് ആഫ്രിക്ക ആയാലും നമ്മുടെ ഏഷ്യ ആയാലും വിൽ ടേക്ക് കരീബിയൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അമേരിക്ക, ദേ ഹാവ് ഓൾസോ ഫോട്ട് ആൻഡ് ഡൈഡ് ഇൻ വേൾഡ് വാർ II അല്ലേ. സോ ഈയൊരു അതേ സമയത്ത് തന്നെ ന്യൂ കോൺഫ്ലിക്ട്സും ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെസ്റ്റ് ഏഷ്യയുടെ കാര്യമായാലും നോർത്ത് ആഫ്രിക്ക ആയാലും ഈസ്റ്റേൺ യൂറോപ്പ് ആയാലും. സോ ദ വേൾഡ് നീഡ്സ് ടു സ്റ്റേ അലേർട്ട് ആൻഡ് യുണൈറ്റഡ് ആൻഡ് നോട്ട് ഇഗ്നോർ ദി ഡേഞ്ചർ. എന്തിന്, നമ്മുടെ മുന്നിൽ തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു യുദ്ധം അല്ലേ. അപ്പോൾ അതൊരിക്കലും ഒരു നല്ലതിന് വേണ്ടിയല്ല അല്ലേ. യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല. ഓക്കെ, രണ്ട് സൈഡിലും നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നമ്മളിവിടെ യൂറോപ്പിൻ്റെ കാര്യം പറയുമ്പോൾ യൂറോപ്പ് ഈസ് ഗെറ്റിംഗ് റെഡി ടു പ്രൊട്ടക്ട് ഇറ്റ് സെൽഫ്. ബട്ട് വി മസ്റ്റ് ഓൾസോ റിമെമ്പർ ഗ്ലോബൽ സാക്രിഫൈസസ് ആൻഡ് സ്റ്റേ അവെയർ ഓഫ് റൈസിങ് കോൺഫ്ലിക്ട്സ് അറൗണ്ട് ദ വേൾഡ്. ഒരുപാട് കോൺഫ്ലിക്ട്സുകൾ ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലായാലും ആഫ്രിക്കയിലായാലും യൂറോപ്പിലാണെങ്കിലും എസ്പെഷ്യലി ഇൻ ഈസ്റ്റേൺ യൂറോപ്പ്. സോ ഈ ഒരു വാറും ഈ ഒരു പൊളിറ്റിക്കൽ ടെൻഷനും മിലിറ്ററി ത്രെട്ടും കാര്യങ്ങളൊക്കെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റഷ്യ യുക്രൈൻ വാറാണെന്നുണ്ടെങ്കിലും
അല്ലെങ്കിൽ ഗസയിലും സുഡാനിലുള്ള വയലൻസ് ആണെന്നുണ്ടെങ്കിലും ആൻഡ് റൈസിങ് ടെൻഷൻസ് ബിറ്റ്വീൻ ഗ്ലോബൽ പവേഴ്സ്. സോ ദീസ് സിറ്റുവേഷൻ ഷോ ദാറ്റ് പീസ് ഈസ് നോട്ട് ഗ്യാരണ്ടീഡ് ആൻഡ് ദ വേൾഡ് മസ്റ്റ് സ്റ്റേ അവെയർ ആൻഡ് പ്രിപ്പയർഡ് ടു പ്രിവെൻറ്റ് വൈഡർ വാർസ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഈ ഒരു ന്യൂസിൻ്റെ കീ ടേക്ക് അവേ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. സോ നാളെ വേറൊരു ന്യൂസായിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.